ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു എക്സസൈസും ഈ ശ്വാസത്തിൻ്റെ ഒരു യോഗ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ വയസ്സാകുമ്പോൾ നമ്മൾ ശ്വാസമെല്ലാം മെല്ലെ എടുത്ത് അതിൽ ഈ ഇത് ശ്വാസകോശം ചുരുങ്ങി അതൊന്നും വികസിക്കാണ്ട് ഇങ്ങനെ ആയി പോകുന്നുണ്ട്. എല്ലാവരും പിന്നെ ശ്വാസം കിട്ടാത്ത അവസ്ഥയായി പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ കുറേശ്ശെ എക്സസൈസ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ശ്വാസത്തിൻ്റെ ഒന്ന് നമുക്ക് ശ്വാസത്തിൻ്റെ എക്സസൈസ് ചെയ്യാം. ആദ്യം തന്നെ ശ്വാസം മെല്ലനെ എടുക്കുക, വിടുക, ദീർഘമായിട്ട് തന്നെ ഒരുവിധം കഴിയുന്ന വിധത്തിൽ. പ്രായമായവർക്ക് കഴിയില്ല, എന്നാലും കുറച്ച് വലിച്ചിട്ട് തന്നെ ഇത് വികസിക്കുന്ന വിധത്തിൽ നമ്മൾ ശ്വാസകോശം വികസിക്കുന്ന വിധത്തിൽ നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാം. ആദ്യം ഒരു പ്രാവശ്യം എടുക്കുക. ഇപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ കുടലിങ്ങനെ പുറത്തോട്ട് കാരണം വിടുമ്പോൾ കുടലങ്ങോട്ട് ഒട്ടുക എന്നുണ്ട്. ചെറിയൊരു ശ്വാസം എടുക്കുമ്പോൾ ഒട്ടിപ്പോവും. അങ്ങനെയാകരുത്. ശ്വാസം എടുക്കുമ്പോൾ നല്ല ശരിക്കും വയറിങ്ങനെ പൊന്തി വരണം. അങ്ങനെ കുറച്ച് പ്രാവശ്യം ശ്വാസം ഇങ്ങനെ നോർമലായിട്ട് തന്നെ കഴിയുന്ന വിധത്തിൽ വലിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മൂക്കിലെ കൂടി എടുത്ത് മറ്റേ മൂക്കിലെ കൂടി വിടുക. അതിന് തന്നെ വലത്തെ മൂക്കിലെ കൂടി എടുക്കുക. ഇങ്ങനെ ശ്വാസം എടുക്കുക. കുറച്ച് ഒരാൾ പിടിച്ച് വെക്കുക. 1 2 3 4 5. പിന്നെ ആ മൂക്ക് വിട്ട് അതിലേക്ക് വിടുക. വീണ്ടും ആ മൂക്കിലെ കൂടി തന്നെ എന്നിട്ട് പിന്നെ കുറച്ചൊരാൾ പിടിച്ച് നിർത്തുക. എന്നിട്ട് 1 2 3 4 5. എന്നിട്ട് മെല്ലെ വിടുക. അങ്ങനെ ഒരു 3-5 പ്രാവശ്യം എടുക്കുക. അതിനുശേഷം മറ്റേ മൂക്കിൽ അവിടെ പിടിച്ച് വെക്കുക. ഒരു 5 പ്രാവശ്യം എണ്ണുന്നവരെ അവിടെ പിടിച്ച് വെക്കുക. 1 2 3 4 5. പിന്നെ മെല്ലെ വിടുക. അത് നല്ലോണം കുടലം ഒട്ടുന്നവരെ ചെയ്യണം. നമുക്ക് കഴിഞ്ഞത്ര നേരം അങ്ങ് മെല്ലെ വിടുക. പിന്നെ 1 2 3 4 5. അങ്ങനെ ശ്വാസം അങ്ങനെ വിടുക. കുറച്ച് നീളത്തിൽ നമുക്ക് കഴിഞ്ഞത്ര വലിക്കുക. ഇത് നല്ല വികസിക്കണം. അതേപോലെ ചുരുങ്ങനിട്ടാണ് നല്ലോണം അങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ശ്വാസകോശം ഇങ്ങനെ ബലൂൺ പോലെ അങ്ങനെ ഒന്നും ഒരിക്കലും ഇങ്ങനെ വികസിക്കാണ്ടായാൽ അത് എല്ലാവരും ഒട്ടിയ പോലെയായിട്ട് നമ്മൾ ഇങ്ങനെ അറിയാത്തൊരു ശ്വാസം അത് വികസിക്കുന്നേ ഇല്ല. അപ്പോൾ അതിനും ഒരു എക്സസൈസ് കൊണ്ടുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. ദിവസവും ചെയ്യണം ഇതും. പിന്നെ അത് കഴിഞ്ഞാകുമ്പം പിന്നെ ഈ വലത്തെ മൂക്കിലെടുക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത മൂക്കിലെ കൂടി വിടുക. പിന്നെ അടുത്ത മൂക്കിലെ കൂടി തന്നെ എടുക്കുക. അവിടെ ഹോൾഡ് ചെയ്യുക. വലത്തെ മൂക്കിലെ കൂടി വിടുക. നമുക്ക് തുടങ്ങാം. 1 2 3 4 5. അങ്ങനെ അടുത്ത മൂക്കിലെ കൂടി വലത്തെ മൂക്കിലെ കൂടി ഇടവിട്ട് ഇങ്ങനെ ശ്വാസം വിടുക. പിന്നെന്ന് വെച്ചാൽ ആദ്യം പിന്നെ വലത്തെ മൂക്കിലെ കൂടി എടുത്ത് ഈ വിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 5 എണ്ണുന്നവരെ അവിടെ പിടിച്ച് വെക്കുക. ഇങ്ങനെ മുകളിലോട്ട് എടുത്താൽ നിർത്തണ്ട. അത് വേഗം തന്നെ അങ്ങോട്ട് മെല്ലെ അവിടെ ഓഫാക്കുക. 1 2 3
അതേപോലെ എടുത്ത് വിട്ടിട്ടാകുമ്പോഴുള്ള സമയം അങ്ങനെ ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് നേരം. നമുക്ക് ശ്വാസത്തിന് ഒരു താളം വരും, നമ്മളെ ഒരു ശ്വാസം മുട്ടലിന് അനുഭവപ്പെടാണ്ടിരിക്കുക ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇനി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചിരി യോഗ ചെയ്യാം. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലും ഓർമ്മിച്ചങ്ങ് ചിരിക്കുക. നമ്മൾ ഒരു സന്തോഷത്തോടെ ഈ മൂഡ് ഓഫ് ആയിട്ട് നിന്നാൽ നമുക്ക് എപ്പോഴും ക്ഷീണം തന്നെയാണ്. നമ്മളൊന്ന് കുറച്ചേരം ചിരിച്ചു നോക്കാം, നമുക്ക് ചിരിക്കാം. റെഡിയല്ലേ എല്ലാവരും? ഇതാണ് ചിരിക്കാം. ഇങ്ങനെ കുറേ സമയം എല്ലാവരും തമാമി നോക്കി നമുക്ക് തമാമി ഇങ്ങനെ ചിരിക്കുന്നത് നമുക്ക് പല ഹോർമോണും ഉൽപ്പാദിക്കും. മാനസികമായിട്ട് കുറച്ച് നേരം ഒരു ടെൻഷനും ഇല്ല, ഒരു സന്തോഷം. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തിരിക്കും, കുറേ സമയം ചിരിക്കാൻ കഴിയും. നമ്മളിങ്ങനെ നിർത്താണ്ട് നമ്മളത് ആലോചിച്ച് ഓരോരുത്തർ ചിരിക്കുന്നതും കേൾക്കുമ്പോൾ നമുക്ക് തനിയെ തന്നെ ചിരി വരും. അത് നമുക്ക് നല്ലതാണ്. നമ്മൾ കുറച്ച് മൈൻഡ് ഫ്രീ ആവും, ഒരു ടെൻഷനും ഇല്ലാണ്ട് കുറച്ച് ചിരിച്ച് കളിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക ഇതെല്ലാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ ഇതെന്നാണ് ചിരി ഭ്രാന്താണെന്നൊന്നും വിചാരിക്കില്ല. ഇത് നമുക്ക് നമ്മളെ മുഖത്തിനും ശരീരത്തിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ചിരിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.